ഇതുവരെ ആരും പറയാത്തൊരു രഹസ്യം പറയാൻ പോവാ. സ്ത്രീകൾ ഇത് ആരോടും പറയാറില്ല. അതെല്ലാം ഇവിടെ പറയാം. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഇവിടെയാണ് എല്ലാത്തിനും പരിഹാരം. അപ്പൊ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പരിഹാരമാണ് ഇത്. ഈ ചെയർ ഇത് തുമ്മുമ്പോ ചുമയ്ക്കുമ്പോ ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് മൂത്രം അറിയാണ്ട് പോകുന്നു. എൻ്റെ പേര് ഡോക്ടർ രാജശ്രീ. നമ്മളിപ്പം ഹൈഫു ആണ് ചെയ്യുന്നത്. മാമിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്ന ഒരു ഡബിൾ ചിൻ ആയിരുന്നു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ഡോക്ടറെ? ഡോക്ടർ സേതുലക്ഷ്മി. ഡോക്ടറെ, ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത്, ശരിക്കും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ആരോടും പറയാറില്ല. അത് പല പ്രശ്നങ്ങളും ഉണ്ട് അവർക്ക്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ? എന്തൊക്കെ പരിഹാരമുണ്ട്? ഈ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം പല സ്ത്രീകളും ബുദ്ധിമുട്ടുകൾ കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. ഇത് കാരണം അവരെ പുറത്തു പോകാൻ മടിക്കുന്നു, പല പല കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇപ്പം പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ, അവർക്കാണെങ്കിൽ വജൈന ലൂസാവുന്നു. അത് കാരണം ബന്ധപ്പെടുമ്പോഴുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾ. പിന്നെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ മൂത്രം അറിയാണ്ട് പോകും, ലീക്കായി പോകുന്നു. തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് മൂത്രം അറിയാണ്ട് പോകുന്നു. പിന്നെ ഡ്രൈനസ് കാരണം ബന്ധപ്പെടുമ്പോഴുള്ള വേദന, പിന്നെ ചൊറിച്ചിൽ, അടിക്കടി ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒന്നും ഇല്ലാതെ, സർജറി ഒന്നും ഇല്ലാതെ, അനസ്തീഷ്യ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ചികിത്സ ലഭ്യമാണ്. വളരെ നിസ്സാരമായിട്ട്. വളരെ നിസ്സാരമായിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എന്റെ പേഷ്യന്റ് ആണ് ഇത്. ഇപ്പൊ ഞാൻ സെക്കൻഡ് സിറ്റിംഗ് ആണ് ചെയ്യുന്നത്. പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് ഇത് തന്നെയായിരുന്നു, യൂറിൻ അറിയാതെ പോകുന്നതായിരുന്നു. ഇപ്പൊ സെക്കൻഡ് സിറ്റിംഗ് ആണ്. പേഷ്യന്റ് വളരെ ഹാപ്പിയാണ്. നമുക്ക് ചോദിച്ചേക്കാം. ചേച്ചി ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഇത് രണ്ടാമതാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് പോയിട്ട് എങ്ങനെയുണ്ട്? നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പൊ ആ ഒരു മാറ്റം കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇവിടെ എത്തിയത്. ഡോക്ടറെ, അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. പുരുഷന്മാർക്കും ഇതേപോലെ തന്നെ ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പൊ അതിനെന്താ പരിഹാരം ഇവിടെ ഉള്ളത്? അതിനുള്ള പരിഹാരം കാണിച്ചു തരാം, വരൂ എന്റെ കൂടെ. അപ്പൊ അതിനുമുണ്ട്. അപ്പൊ നമുക്ക് അതും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ പരിഹാരമാണ് ഇത്. ഈ ചെയർ ഇതിലോട്ടൊന്ന് ഇരുന്ന് നോക്കിക്കേ. ഓ, ശരി. ഡോക്ടറെ, ഈ ചെയറിൽ ഇരുന്ന എന്തൊക്കെ പരിഹാരമാണ് പുരുഷന്മാർക്ക് ഉണ്ടാവുന്നത്? ഇതാണ് എംസെല്ല ചെയർ, അല്ലെങ്കിൽ ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഇതിന്ന് വരുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് ഇപ്പം ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുകളുള്ള ദമ്പതികൾക്ക് പുരുഷന്മാർക്ക് ഉണ്ടാവുന്നതാണ് ഉദ്ധാരണക്കുറവ്. പിന്നെ ചില പുരുഷന്മാർക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്കും ഇതേ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇവർക്കൊക്കെ ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ചെയർ. അതുപോലെ തന്നെ പുരുഷന്മാരിലും അറിയാതെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ചെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ത്രീകൾക്ക് നമുക്ക് പറഞ്ഞ പോലെ അറിയാതെ മൂത്രം പോകുന്നു, തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ, അതുപോലെ നിസ്കരിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്ത്രീകൾക്കും ഈ ചെയർ ഭയങ്കര ഇഫക്റ്റീവാണ്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കും നമ്മുടെ പെൽവിസിലുള്ള മസിൽസിന് എക്സസൈസ് ചെയ്യണമെന്ന്. അപ്പം നമ്മളൊരു അരമണിക്കൂർ ഇതിലിരിക്കുമ്പം ഈ 11,000 എക്സസൈസസ് ആണ് അരമണിക്കൂറിൽ ഈ ഒരു ചെയറിന് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ പെൽവിക് ഫ്ലോറിലെ മസിൽസ് ടൈറ്റ് ആവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ മസിൽസ് ആയി വരുന്നില്ലേ എന്ന് പറയുന്ന അതേ മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് ടോണ്ടായി വരും. അപ്പം ഈ യൂറിൻ ലീക്ക് ഒക്കെ കുറഞ്ഞു വരും. ഇത്രയും ഭാഗം ഫുള്ളായിട്ട് ശരിക്കും നല്ല ഒരു പ്രഷർ ഉണ്ട് ഭയങ്കരമായിട്ട്. ഒരു അരമണിക്കൂറാണ് നമ്മളൊരു സെഷൻ എടുക്കുന്നത്. അതെ, ഈ ഒരു കാര്യത്തിനെല്ലാം നല്ലൊരു പരിഹാരം ആ റിസൾട്ട് നല്ലോണം ഉണ്ടാവുന്നു. ഇത് ശരിക്കും ഡോക്ടർ, ഇത് കേരളത്തിൽ വേറെ ഇങ്ങനെ ചെയർ ഉണ്ടോ? വളരെ ചുരുക്കം കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇത് നമുക്കിപ്പം നമ്മുടെ അടൂരിലും ഉണ്ട്. ഇത് പേറ്റന്റ് കമ്പനി തന്നെ, പേറ്റന്റ് ആണ്. ഡോക്ടർ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് മാത്രമല്ല പരിഹാരം, പല കാര്യത്തിനും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം എന്തായിട്ട് വന്നതാ? ഇദ്ദേഹം വന്നത് സ്ട്രെച്ച് മാർക്സിന്റെ ട്രീറ്റ്മെന്റിനാണ് വന്നത്. നമ്മളൊരു സെഷൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു. ബിന്ദു. എന്റെ പേര് ബിന്ദു. പിന്നെ വന്നപ്പോ ഇത്രയെക്കാട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? വന്നപ്പോൾ നല്ല സ്ട്രെസ് മാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ പ്രഗ്നൻറ്റ് സ്റ്റേജിൽ എനിക്ക് നല്ലതായിട്ട് സ്ട്രെസ് മാർക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, ഞാൻ ചെയ്തു. അപ്പം നല്ല മാറ്റം എനിക്ക് വ്യത്യാസമുണ്ട്. ശരിക്കും പിന്നെ പുരുഷന്മാർക്ക് ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ വരാറില്ലേ? അതെ. ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഇപ്പം ഗേൾസ്, ബോയ്സ്, ഇവരുടെ ഈ അഡോളസെന്റ് പീരിയഡിൽ ഒക്കെ നമ്മൾ കാണാറുണ്ട്. നല്ല വെയിറ്റ് ഗെയിൻ വരും, ചിലപ്പോൾ വെയിറ്റ് ലോസ് വരും. ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ആക്സിലേൻ്റെ റീജിയനിൽ, വയറിൽ, തൈസിൽ, ബട്ടക്സിൽ, ഇങ്ങനെയുള്ള പല സ്ഥലത്തും ഈ സ്ട്രെച്ച് മാർക്സ് കാണാറുണ്ട്. ഞാൻ കൂടുതലായിട്ടും കാണുന്ന എൻ്റെ പ്രഗ്നന്റ് ലേഡീസിലാണ്. അവർക്ക് ഈ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേനും വയറിൽ നിറയെ സ്ട്രെച്ച് മാർക്സാണ്. ഇതിൻ്റെ ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ അടിയിലുള്ള കോളജൻ പൊട്ടുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു റെഡ് കളറിലാണ് കാണുന്നത്, പിന്നെ അതൊരു വൈറ്റ് കളറാവും. അപ്പോൾ ഇത് കാണുമ്പോഴേ ആദ്യത്തെ ആ സ്റ്റേജിൽ ആ റെഡ് കളറിൽ തന്നെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് അതിനെ നല്ല ലൈറ്റൻ ആക്കി എടുക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തുടക്കത്തിൽ ഇനി പോരുക, അപ്പോൾ പെട്ടെന്ന് റെഡി ആയി പോകാൻ പറ്റും.
ഡോക്ടറെ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പം ഹൈഫു ആണ് ചെയ്യുന്നത്. മാമിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്ന ഒരു ഡബിൾ ചിന്നായിരുന്നു. ആ. അതായത് ഈ ജോ ലൈൻ കുറച്ചും കൂടി ഷാർപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഓ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ മാപ്പിംഗ് ചെയ്യും. കാരണം കുറച്ച് ഒരു റിസ്ക് പിടിച്ച ഏരിയാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ഏരിയയിലായിരിക്കും ചെയ്യുന്നത്. അതിന്റെ മെഷീൻ ആയതല്ലയോ? അതെ, അതിൻ്റെ മെഷീനാണിത് ഹൈഫു. ഡോക്ടറെ അതുപോലെ തന്നെ ഈ ഡബിൾ ചിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തല്ലേ മാറ്റാറുള്ളൂ സാധാരണ. ഇവിടുത്തെ പ്രത്യേകത നമുക്കൊരു മൈൽഡ് ടു മോഡറേറ്റ് സാഗിങ് ആണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വരെ പോകേണ്ട ആവശ്യമില്ല. ഹൈഫൂല് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഹൈഫൂലാണെങ്കിൽ ഒരു ഇൻസിഷനോ ഒരു മാർക്കോ സർജറിയോ ഒന്നുമില്ല. വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു പെയിൻലെസ് പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ വർക്കും കാര്യങ്ങളെല്ലാം ജോയിൻ ചെയ്യാം. അപ്പോൾ ഡബിൾ ചിന്നുള്ളവരൊക്കെ ഇനി പോന്നാൽ മതി. ഓപ്പറേഷൻ ഇല്ല, അതുപോലെ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം തന്നെ വന്നിട്ട് പോയാൽ തന്നെ ഒരു നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. എൻ്റെ പേര് ഡോക്ടർ രാജശ്രീ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ആകൃതി എസ്തെറ്റിക് ആൻഡ് വെൽനസ് സെന്റർ. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ കുറച്ചുകൂടി വെൽനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കേറ്റഡ് ഫേഷ്യൽസ്, അതുപോലെ തന്നെ ലേസർ ഹെയർ റിഡക്ഷൻസ്, കെമിക്കൽ പീൽസ്, പിന്നെ കുറച്ചും കൂടി ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹൈഫു ട്രീറ്റ്മെൻറ്റ്സ്. ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് കൂടാതെ തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതായത് ഓർത്തോ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്, കോസ്മെറ്റിക് ഗൈനക്കോളജി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിൻ്റെ അവൈലബിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. ശരിക്കും ആർക്ക് വന്നാലും ഏത് രീതിയിലെല്ലാം അതായത് മെഷീനും സെറ്റും എല്ലാം ഉണ്ട് ഇവിടെ. അതാണ് നമ്മൾ വെൽനസ് ഓറിയൻറ്റഡ് എന്ന് പറയാൻ കാരണം. സ്ഥലം എന്ന് പറയുന്നത് എവിടെ? ഇത് നമ്മുടെ ക്ലിനിക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് അടൂർ ബൈപ്പാസ് റോഡിലാണ്. വീഡിയോയിൽ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി.